വളരെ കാലം മുമ്പ് ചോളരുടെ മഹത്തായ രാജ്യത്ത് ഇന്തോനേഷ്യയിൽ നിന്നുള്ള സന്ദർശക വ്യാപാരികൾക്കായി ഒരു പ്രത്യേക ഭക്ഷണം തയ്യാറാക്കാൻ ഒരു കൂട്ടം രാജകീയ പാചകക്കാർ അക്ഷീണം പ്രവർത്തിച്ചു. ഈ വ്യാപാരികൾ കർശനമായ സസ്യാഹാരം പിന്തുടരുന്നവരായിരുന്നു. ലഘുവും മൃദുവും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ അവർ ആഗ്രഹിച്ചു. മുഖ്യ പാചകക്കാരനായ പെരുമാൾ ആശയക്കുഴപ്പത്തിലായി. മുമ്പ് അദ്ദേഹം വിഭവസമൃദ്ധമായ കറികളും ക്രിസ്പി ദോശകളും തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ട്. വെള്ളത്തിൽ കുതിർത്ത അരിയുടെയും പയറിന്റെയും ചാക്കുകൾ കണ്ട് അദ്ദേഹം രാജകീയ അടുക്കളയിലൂടെ അലഞ്ഞു. ഒരാശയം അദ്ദേഹത്തിന് തോന്നി. മിനുസമാർന്ന മാവിൽ പൊടിച്ചു വറുക്കുന്നതിന് പകരം ആവിയിൽ വേവിച്ചാലോ? പെരുമാൾ മാവ് ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു സ്റ്റീമറിൽ വിറക് തീയിൽ വെച്ചു. ആവി ഉയരുമ്പോൾ അടുക്കളയിൽ ഒരു മധുരമുള്ള സുഗന്ധം നിറഞ്ഞു. അദ്ദേഹം മൂടി ഉയർത്തിയപ്പോൾ മൃദുവായ തലയിണ പോലുള്ള ഡിസ്കുകൾ കണ്ടെത്തി. മേഘങ്ങൾ പോലെ നനവുള്ളതും സ്പോഞ്ച് പോലെയുമായിരുന്നു അത്. അദ്ദേഹം പെട്ടെന്ന് തേങ്ങാ ചട്നിയും മസാലകൾ ചേർത്ത പയറു സൂപ്പും അവർക്ക് വിളമ്പി. ഇന്തോനേഷ്യൻ അതിഥികൾ സന്തോഷിച്ചു. അവർ ചോദിച്ചു, ഈ അതിലോലമായ സൃഷ്ടിയുടെ പേര് എന്താണ്? അവരുടെ ഭാഷയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പെരുമാൾ പഴയ തമിഴ് മലായി സ്വാധീനങ്ങളിൽ ഇഡു അലി എന്ന വാക്ക് ഓർമ്മിച്ചു. ഇഡു എന്നാൽ പ്രകാശം, അലി എന്നാൽ സോഫ്റ്റ് എന്നുമാണ്. അതായത് ഇത് ഇഡലി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഇഡലിയാണ്. കാലക്രമേണ ആവിയിൽ വേവിച്ച ഈ രുചിക്കൂട്ട് ദക്ഷിണേന്ത്യൻ വീടുകളുടെ ഒരു പ്രധാന ഘടകമായി മാറി. നൂതന ആശയങ്ങളുടെയും ആതിഥ്യ മര്യാദയുടെയും ലളിതവും ആരോഗ്യകരവുമായ പാചകകലയുടെ പാരമ്പര്യം വഹിച്ചുകൊണ്ട്. ഇഡ്ഡലിക്ക് ഇത്രയും രാജകീയ ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇഡ്ഡലി ആസ്വദിക്കാനുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട മാർഗം പറയൂ. പൊടി ചേർത്തോ സാമ്പാറിൽ മുക്കിയോ? താഴെ കമന്റ് ചെയ്യുക. ഈ കഥ ഇഷ്ടപ്പെട്ടോ? ആ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഇഡ്ഡലി പ്രേമികളുമായും ഇത് പങ്കിടുക. കൂടുതൽ ആകർഷകമായ ഭക്ഷണ ഉത്ഭവം, സാംസ്കാരിക കഥകൾ, ഇന്ത്യയുടെ മറന്നുപോയ ഇതിഹാസങ്ങൾ എന്നിവയ്ക്കായി ഭാരത് കഥ സബ്സ്ക്രൈബ് ചെയ്യുക.